കർണാടകയിൽ നിന്നും MDMA എത്തിക്കും. സ്വന്തം മകൻ 10 വയസ്സുകാരനെ ഉപയോഗിച്ചാണ് വിൽപ്പന. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ലഹരി വസ്തുക്കൾ കുഞ്ഞിന്റെ ശരീരത്തിൽ വെച്ച് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കും. ശേഷം ഇരുചക്ര വാഹനത്തിലോ കാറിലോ കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോകും. സാധാരണ നിലയിൽ ആർക്കും സംശയം തോന്നാത്ത വിധം ആവശ്യക്കാരിലേക്ക് സിന്തറ്റിക് ലഹരി ഇങ്ങനെയാണ് എത്തിക്കുന്നതത്രേ. മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം കോളേജ് വിദ്യാർത്ഥികളും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഇയാളിത് മിക്കവാറും ഇത് സെയിൽ ചെയ്യുന്നത്. മറ്റു പ്രൊഫഷനൊന്നുമില്ല. ഈ ഡ്രഗ്സ് വിറ്റ് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിന് ഒരു വലിയൊരു വിപത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. എക്സൈസുകാരും ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് വളരെ കോൺസ്പിക്വസ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻ്റാണ്. ഞങ്ങളും അത്രയും ജാഗ്രത എടുത്തിട്ടാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മെഡിക്കൽ സ്റ്റുഡൻസും ഉപഭോക്താക്കളായി ഉണ്ടെന്നാണ് മൊഴി. ലഹരി വസ്തുക്കൾ കൂടുതൽ അളവിൽ ഇയാൾ ഒളിപ്പിച്ചതായി സംശയമുണ്ട്. പിന്നിട്ട 6 മാസമായി മുഹമ്മദ് ഷമീർ പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണത്തിനാണ് നീക്കം. ഇയാളുടെ സൗഹൃദങ്ങളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ രാത്രി പിടിയിലായ മുഹമ്മദ് ഷമീറിന്റെ പക്കൽ നിന്നും 3.78 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.